പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +1 ഹ്യൂമാനിറ്റീസിലോട്ട് അഡ്മിഷൻ എടുത്തവർക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ വലിയ ഐഡിയ ഉണ്ടാവില്ല. പക്ഷേ ഒരു എക്സാമൊക്കെ കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതുകൊണ്ട് തന്നെ ഇപ്പോഴേ നിങ്ങൾ റെഫർ ചെയ്ത്, ഇപ്പോൾ നിങ്ങൾ പഠിച്ച് തുടങ്ങിയിട്ടല്ലേ ഉണ്ടാവുള്ളൂ എല്ലാ വിഷയങ്ങളും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴേ റെഫർ ചെയ്തിട്ട് പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് എപ്പോഴും നല്ലൊരു ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും PYQസിൻ്റെ ഇമ്പോർട്ടൻസ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. PYQs നമുക്ക് ഏതൊരു എക്സാംസ് എഴുതിയാലും, ഇനി നമുക്ക് വരുന്ന ഓണം എക്സാം ആയിക്കോട്ടെ, ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ, മോഡൽ, അടുത്ത അവസാനം പബ്ലിക് എക്സാം വരെയും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി അതനുസരിച്ച് പ്രിപ്പറേഷൻ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ PYQs നമുക്ക് എങ്ങനെയാണ് ഡയറക്റ്റ്ലി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, സോ അതിനുവേണ്ടി നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്രോം ബ്രൗസർ ഏതാണെന്ന് വെച്ചാൽ ഓപ്പൺ ചെയ്യുക. ദെൻ അതിൽ ഈ കാണുന്ന പോലെ +1 ഹിസ്റ്ററി ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് മീൻസ് ഇപ്പോൾ ഹിസ്റ്ററിയുടെ ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ഓണം എക്സാമിൻ്റെ ആണെങ്കിൽ അതുപോലെ തന്നെ നമ്മളങ്ങ് സെർച്ച് ചെയ്ത് കൊടുക്കുക. +1 ഹിസ്റ്ററി ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എന്നോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കൊടുക്കുക, ഏത് വിഷയമാണോ അത്. ഓക്കെ, ദെൻ അതിൽ നമുക്ക് ഈ ഒരു HSS ലൈവിൻ്റെ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇതിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുമ്പം എല്ലാ വിഷയത്തിൻ്റെയും കൂടി ഒരുമിച്ചാണ് കിടക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സബ്ജക്റ്റ് ഏതാണോ അത് നമ്മൾ തപ്പിയെടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, ആദ്യം ലാംഗ്വേജ് ആയിരിക്കും. ഇപ്പോൾ ഇംഗ്ലീഷിനത് കൊടുത്തിട്ടുണ്ട്, മലയാളം, ഹിന്ദി, അറബിക്, സാൻസ്ക്രിത്, ഉറുദു, പിന്നെ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് വരുന്നുണ്ട്, കെമിസ്ട്രി വരുന്നുണ്ട്, സോഷ്യോളജി, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്, അക്കൗണ്ടൻസി ഉണ്ട്. എല്ലാ സ്ട്രീമുകാരുടെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഹിസ്റ്ററി ഇപ്പം ജസ്റ്റ് ഒന്ന് മോഡലിനെടുത്ത് നോക്കാം. എവിടെ നോക്കി 2017 മുതൽ 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ അത്രയും കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഒരൊറ്റ സൈറ്റിലൂടെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിന് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ 2024 ഹിസ്റ്ററി ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഏത് മെയിലാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ PDF ഡയറക്റ്റായിട്ട് നമുക്ക് ഓപ്പണായി കിട്ടും. ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കവിടെ ഡൗൺലോഡായി, അവസാനം ആപ്പ് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡൗൺലോഡായി കിട്ടുന്നുണ്ട്. ഇതിങ്ങനെ വെച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൊബൈലിലോട്ട് സേവ് ആവത്തില്ല. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സൈഡിലുള്ള 3 ഡോട്ട്സ് ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, അതിൽ ഈ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അന്നേരം ഡൗൺലോഡഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇത് നമ്മുടെ ഫയൽസിനകത്ത് ഡൗൺലോഡ് ആയിട്ടുണ്ടാവും ഈ ഒരു PDF ഫയൽ. ഓക്കെ, അപ്പോൾ ഫയൽസിനകത്ത് പോയിട്ട് ഡൗൺലോഡിൻ്റെ സെക്ഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു PDF അവിടെ കിട്ടും നിങ്ങളുടെ മൊബൈലിൽ. ഓക്കെ, ഇനി അങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ എവിടെ നിന്ന് തന്നെ സെൻഡ് എ കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പ് ഓപ്പൺ ആയിട്ട് വരും. ഇതാ കണ്ടല്ലോ. അപ്പോൾ അതിൽ നമുക്ക് ആർക്കാണോ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഇതിലോട്ട് തന്നെ നിങ്ങളൊന്ന് ഇതുപോലെ സെൻഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്താക്കാൻ പറ്റും, അവിടെ നമുക്ക് ഡയറക്റ്റ്ലി അങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാവുന്നതാണ്. വാട്സാപ്പ് ത്രൂ നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നോക്കി, അവിടെ ഇപ്പോൾ 2017 ആൻസർ കീ കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളുടെ ഒന്നും ആൻസർ കീ അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വേണമെങ്കിൽ സെർച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ ഓണം എക്സാമിൻ്റെ അല്ല, ക്രിസ്മസ് എക്സാമിൻ്റെയോ പബ്ലിക് എക്സാമിൻ്റെയോ ഒക്കെ ഇങ്ങനെ ഈ രീതിക്ക് സബ്ജക്റ്റ് വൈസ് ആയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിക്ക് നിങ്ങൾക്ക് തപ്പി ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, ദെൻ അപ്പോൾ നിങ്ങൾ PYQs നോക്കുമ്പോൾ ഈ കിട്ടുന്ന പോലെ ഒരു 5 കൊല്ലത്തെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, കിട്ടുന്നതിൽ നിന്ന് നിങ്ങൾ വായിച്ചിട്ട് പോകാനായിട്ട് നോക്കുക. പിന്നെ ഇപ്പോഴേ നിങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇനി നമുക്ക് എന്തായാലും അടുത്ത് വരുന്ന ഓണം എക്സാമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പഠിക്കുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് PYQs നോക്കുന്നത്, നല്ലതാണ്. അതിപ്പോഴേ ആ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തരണം, അതായത് ക്ലാസ് ആയിട്ട് വേണം, അങ്ങനെയൊക്കെ ഉണ്ട്, ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക, സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.